ഞാൻ ഡോക്ടർ ഷാര എബ്രഹാം, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഞാൻ ഇന്ന് ഇൻസുലിൻ എടുക്കുന്ന രീതികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻസുലിൻ എടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പായിട്ട് ഇൻസുലിൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് കുറച്ച് പോയതിന് ശേഷം മാത്രമേ ഇൻസുലിൻ എടുക്കാവൂ. ഇൻസുലിൻ കുപ്പി നമ്മുടെ രണ്ട് കൈകളുടെ ഇടയിൽ വെച്ച് മൃദുവായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. ഈ കുപ്പി ഒരിക്കലും കുലുക്കുവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ച് ഈ ഇൻസുലിൻ കുപ്പിയുടെ മുകൾ ഭാഗം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ എടുക്കുന്ന സിറിഞ്ച് എത്ര യൂണിറ്റ് ഇൻസുലിൻ ആണോ നമ്മൾ എടുക്കുന്നത് അത്രയും ഇത് താഴത്തേക്ക്, ഇതിൻ്റെ പ്ലക്കർ താഴത്തേക്ക് വലിച്ച് ആ വായുവിനെ ഇൻസുലിൻ കുപ്പിയിലേക്ക് തള്ളിക്കൊടുക്കുക. ഇൻസുലിൻ കുപ്പി തലക്കീഴായി പിടിച്ചിട്ട് വേണം നമ്മൾ എത്ര യൂണിറ്റ് ഇൻസുലിൻ ആണോ എടുക്കുന്നത് അത്രയും വലിച്ച് താഴത്തേക്ക് ഇൻസുലിൻ സിറിഞ്ചിലേക്ക് നമ്മൾ എടുക്കാനായിട്ട്. എടുത്തതിന് ശേഷം നമ്മൾ ഈ ഇൻസുലിൻ സിറിഞ്ചിനെ 2 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുത്ത് എയർ ബബിൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ എവിടെയാണോ ഇൻസുലിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആൽക്കഹോൾ വെച്ച് സ്പിരിറ്റ് ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് നമ്മുടെ ഈ 2 വിരലുകൾ ഉപയോഗിച്ച് അവിടുത്തെ സ്കിൻ ഒന്ന് പൊക്കി പിടിക്കുക. ഇവിടെ ഞെക്കി ഒന്ന് പൊക്കി പിടിച്ച് ആ പൊക്കി പിടിച്ചെടുത്ത് വേണം ഇൻസുലിൻ എടുക്കാൻ വേണ്ടി. ഇൻസുലിൻ കുത്തിക്കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ തൊലിപ്പുറത്തുനിന്ന് ഈ ഇൻസുലിൻ സിറിഞ്ച് തിരിച്ചെടുക്കാൻ പാടുള്ളൂ. ഉപയോഗിച്ച ഉടനെ തന്നെ, ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ സിറിഞ്ച് സുരക്ഷിതമായി ഉപേക്ഷിച്ച് കളയാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇൻസുലിൻ എടുത്തതിന് ശേഷം ആ സ്ഥലത്ത് കൈ കൊണ്ട് അമർത്തി തുടയ്ക്കാൻ പാടില്ല. വിരലുകൾ ഉപയോഗിച്ച് ഞെക്കി പിടിക്കാൻ മാത്രമേ ചെയ്യാവൂ. അതുപോലെ ഒരേ സ്ഥലത്ത് തന്നെ റിപ്പീറ്റായിട്ട് ഇൻസുലിൻ എടുക്കാതെ ശ്രദ്ധിക്കണം. റൊട്ടേറ്റ് ചെയ്ത് ഇൻസുലിൻ എടുക്കുക. ഏറ്റവും നല്ല സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വയറിലെടുക്കാം, അതുപോലെ തന്നെ കാലിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.